ബാത്റൂംസിൻ്റെ ക്ലീനിങ്ങും മെയിൻ്റനൻസും എളുപ്പമാക്കാൻ വേണ്ടി കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ വാഷ് ബേസിൻ സെലക്ട് ചെയ്യുമ്പോൾ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിന് പകരം അണ്ടർ കൗണ്ടർ ആയിട്ടുള്ള വാഷ് ബേസിൻ സെലക്ട് ചെയ്യുക. കാണാൻ ഭംഗി കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ആണെങ്കിലും നമുക്ക് ക്ലീനിങ് എളുപ്പം അണ്ടർ കൗണ്ടർ വാഷ് ബേസിൻ ചെയ്യുന്നതായിരിക്കും. 2, സിംഗിൾ പീസ് ആയിട്ടുള്ള ക്ലോസറ്റിന് പകരം നമ്മൾ വാൾ മൗണ്ടർ ആയിട്ടുള്ള ക്ലോസറ്റുകൾ യൂസ് ചെയ്യുക. സിംഗിൾ പീസ് ക്ലോസറ്റുകൾക്ക് കോസ്റ്റ് കുറവാണെങ്കിലും വാൾ മൗണ്ടർ ആയിട്ടുള്ള ക്ലോസറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ക്ലീനിങ് നല്ല എളുപ്പത്തിലാവുകയും നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. 3, ഫ്ലാറ്റ് ബോട്ടം വാഷ് ബേസിന് പകരം നമ്മൾ കൗഡ് ആയിട്ടുള്ള സർഫസ് ഉള്ള വാഷ് ബേസിൻസ് യൂസ് ചെയ്യുക. ഈ ഫ്ലാറ്റ് ബോട്ടം വരുമ്പോഴത്തേനും വെള്ളം പ്രോപ്പറായിട്ട് ഒഴുകി പോകാനും അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. 4, നമ്മൾ ബാത്റൂമിലേക്ക് ടൈല് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിപ്പം കൂടിയ ടൈലുകൾ സെലക്ട് ചെയ്യുക. ടൈലുകളുടെ വലിപ്പം കൂടുമ്പോൾ ഈ ജോയിൻസിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്ത് അഴുക്ക് വന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഇടേണ്ട എഫോർട്ടും കുറവായിരിക്കും. 5, നമ്മൾ ബാത്റൂമിലേക്ക് ടൈല് സെലക്ട് ചെയ്യുമ്പോൾ വാളിൽ മാക്സിമം ഗ്ലോസി ഫിനിഷ് ടൈലുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടൈലിൻ്റെ ഫിനിഷ് ഗ്ലോസി ആണെങ്കിൽ അത് മാറ്റിനെ അപേക്ഷിച്ച് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. 6, നമ്മൾ ബാത്റൂമിലേക്ക് ടൈലിന് ജോയിൻറ്റ് ഫിൽറ്റർ ഉപയോഗിക്കുന്നതിന് പകരം എപ്പോക്സി ഉപയോഗിക്കുക. ജോയിൻറ്റ് ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ജോയിൻറ്റ് ഫിൽറ്റർ ഇളകി പോയിട്ട് അതിനുള്ളിലേക്ക് വെള്ളം കയറി ഡാംനെസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായി. 7, നമ്മൾ ഫോസറ്റുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ഷെയ്ഡുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ബ്ലാക്ക് പോലുള്ള ഷെയ്ഡുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വെള്ളത്തിന് ഹാർഡ്നെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പോലെ ഈ ഫോസറ്റുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 8, നമ്മൾ ബാത്റൂമിൽ പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷനും എക്സോസ്റ്റും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ ഇല്ലെങ്കിൽ ബാത്റൂമിൽ കണ്ടൻസേഷൻ ഡാംനെസ് ഉണ്ടായിട്ട് ബ്ലാക്ക് മോൾഡ് നമ്മുടെ ഭിത്തിയിലും അതുപോലെ തന്നെ ടൈലിലും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ എഫോർട്ട് വളരെയധികം കൂട്ടും. ഈ 8 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എഫോർട്ട്ലെസ് ആയിട്ട് നിങ്ങളുടെ ബാത്റൂം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.